ഹലോ ആശേ. ഓ, എന്നാ ചേട്ടാ? എല്ലാശം നീ ഇത് ഈ പാന്റിന് എന്താ ആലോചനയുണ്ട്? ഞാനെന്നാ ചെയ്തിനി? എന്നോട് ഞാൻ കുറച്ച് ടൈറ്റിൽ അടിച്ചോണെന്നല്ലേ പറഞ്ഞിന്? അപ്പോ പാകയല്ലേ ചേട്ടന്? എവിടെ നീ പാവാടി അടിച്ചിന്? നീ പാന്റ് അടിക്കാൻ പഠിച്ചിന് എപ്പെങ്കിലും? ഞാനെല്ലായിരിക്കും അടിച്ചു കൊടുക്കുന്നതല്ലേ, പിന്നെ ചേട്ടന്റെ പേരെന്ത് ഇങ്ങനെ ആയിപ്പോയിനി? അതന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. എന്തിട്ട് ഇങ്ങനെ ഇപ്പൊ ലൂസ് ആണല്ലോ, സീറ്റ് ലൂസ്. പിന്നെ അരേന്റെ അടുത്ത് വലിയ കുഴപ്പമില്ല, എന്നാലും ലൂസ് തന്നെ. പിന്നെ കാലെല്ലാം ഫുള്ള് ലൂസാണല്ലോ. ചേട്ടന്റെ അളവെടുത്തിട്ടല്ലേ ഞാൻ അടിച്ചത്? അതന്നെ ഞാൻ ചോദിക്കുന്നത്, നീ ഏടി എന്റെ അളവ് എടുത്തിന്? ആ, അളവെടുക്കുമ്പോ ചേട്ടൻ മര്യാദക്ക് കാണിച്ചു തരണം കേട്ടാ. അളവെടുക്കും ഞാൻ മര്യാദക്ക് തന്നെയല്ലേ കാണിച്ചു തന്നിന്. പിന്നെ അല്ല, ചേട്ടന്റെ കാലിന്റെ അളവെല്ലാം എടുക്കുമ്പോ ഞാൻ കണ്ടിനി ഇത്. അല്ല, അളവെടുക്കാൻ വിടാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കളിക്കുന്ന, ഇളകി കളിക്കുന്നത്. പിന്നെ നീ ശരിക്ക് പിടിച്ചെടുക്കൂല്ലേ വേണ്ടേ? ഇതിപ്പോ ഞാനെന്നാ ചെയ്യാനിത്? ഞാൻ ചേട്ടനോട് പറഞ്ഞ് നേർക്ക് നിക്കണം, എന്നാലേ പാന്റ് നല്ല ഇതായിട്ട് സ്റ്റൈലായിട്ട് കിട്ടൂന്ന് പറഞ്ഞില്ലേ? ഞാൻ നേർക്ക് തന്നെ വന്നിന്, നീ ശരിക്കും എടുക്കാതെ കൊണ്ടല്ലേ. അല്ല, ചേട്ടൻ ഇടക്കിടക്ക് മണങ്ങി മണങ്ങി നോക്കുന്ന കാണുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെ കാലെല്ലാം അളവെടുക്കുമ്പോ. അതിപ്പോ പറയുന്നത് മണങ്ങി മണങ്ങി നോക്കുന്ന പിന്നെ പിന്നെ ആള് കാണുമ്പോ നോക്കൂലേ? ആ, വെറുതെ അല്ല പാന്റ് ലൂസായി. എല്ലാ അളവ് ഞാനല്ലല്ലോ എടുത്തിന്, ആശയല്ലേ അളവ് എടുത്തിന്. അതെ, അല്ല വെറുതെ അല്ല പാന്റ് ലൂസായി. എന്താ മനസ്സിലായി? എന്താ? അല്ല, അളവെടുക്കുമ്പോ മറ്റേ വേറൊരാളും കൂടി അതിന്റെ അകത്ത് എണീറ്റ് നിന്നു. നീ വേറെ ആരാപ്പ എണീറ്റിരിക്കാനുള്ള? അതെ, സീറ്റ് എടുക്കുമ്പോ ചേട്ടൻ ഇത് അനങ്ങാണ്ട് നിക്കണ്ടേ? അനങ്ങാണ്ട് എങ്ങനെ അനങ്ങാണ്ട് നിൽക്കണ്ട്? ഞാൻ അനങ്ങാണ്ടല്ലേ ഒന്നിന്. അല്ല, ചേട്ടൻ അനങ്ങാണ്ട് വെച്ചിട്ടുണ്ടാവും, പക്ഷെ വേറൊരാൾ അതിനുള്ളിൽ നിന്ന് തുള്ളി കളിക്കുന്നു. അങ്ങനെയായിരിക്കും ലൂസ് ആയിട്ടുണ്ടാവുക. വേറൊരാള്? അത് പിന്നെ നീ ഞാനെന്നാ എന്നോട് പറയണ്ടേ? ഒരു സ്റ്റൈലർ ഷോപ്പില് ഒക്കെ നടത്തുമ്പോ ഒരു അടക്കമൊതുക്കുള്ള ഡ്രസ്സൊക്കെ ഇടിച്ചുകൊണ്ട് നിൽക്കുക. ഇത് അളവെടുക്കാൻ വന്ന എന്നെ മൊത്തം ഇത് കാണിക്കാൻ നിന്ന് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവോ? അത് അടങ്ങിക്കോ പിന്നെ. അതുകൊണ്ടാ അതിപ്പോ അനക്കായി കുറ്റം. അല്ലാന്ന് നീ പിന്നെ അളവെടുക്കുന്ന പോലെയല്ല തൊടുവില്ല ചെയ്ത മനുഷ്യനാ. അതെ, ഞാനിങ്ങനെ അളവെടുക്കുമ്പോ ചേട്ടൻ ദേഹത്ത് ഇങ്ങനെ മുട്ടിപ്പോന്നു ശരീരത്തില്. അപ്പൊ ചേട്ടനുണ്ട് മറ്റേ ഇങ്ങനെ ഇളകി ഇളകി കളിക്കുന്നു, ആടി അടിയിട്ട് പുള്ളി കളിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാന്റ് ലൂസായിപ്പോ. അതുകൊണ്ട് തന്നെയാണ് പാന്റ് ലൂസായി. മറ്റേ ഞാൻ എല്ലാവർക്കും പാന്റ് നല്ല സ്റ്റൈലായിട്ട് അടിച്ചു കൊടുക്കും, അവര് പറയുന്ന ഇതില്. അത് മനസ്സിലായി. എനിക്ക് പാന്റിന്റെ പണി എങ്ങനെയാ കൂടുതൽ കിട്ടുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആണുങ്ങളാണ് വന്നിട്ട് അളവെടുക്കാൻ നിൽക്കുമ്പോ നീ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടാണ് അളവെടുക്കുന്നതല്ലേ. കുഞ്ഞേരിയാടി എനിക്ക് പ്രത്യേകിച്ച് അളവെടുക്കാൻ കഴിയണ്ടേ? അല്ല, എനിക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. എന്നിട്ട് ചേട്ടന്റെ പാന്റ് മാത്രല്ലേ ലൂസായി പോകുന്നുള്ളൂ. ഞാനിപ്പോ കൊണ്ടൊക്കെ ടൈറ്റാക്കി തരുവാണേ. ടൈറ്റാക്കി തരുമല്ലോ ചെയ്യൂ, പക്ഷേങ്കില് ഇനി ഒരിക്കലും കൂടി അളവ് എടുക്കേണ്ടി വരും ടൈറ്റാക്കാണ്ടിക്കല്. ഒരിക്കലും കൂടി അളവെടുത്തിനും പിന്നെ എന്റെ കാര്യം പറയണ്ട. അടങ്ങി ഒതുങ്ങി നിന്ന് കാണിച്ചു തരുമെങ്കിലും ഞാൻ ടൈറ്റാക്കി തരും. അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്ന് കാണിച്ചതൊക്കെ ചെയ്യും. നീ വേണ്ട രീതിയിൽ അളവെടുക്കുമെന്നില്ല. അല്ല, ചേട്ടന്റെ നോട്ടവും എല്ലാം വേണ്ടാതടിക്കല് പോകുന്നു. പിന്നെ അടിയാന്ന് പാന്റ്. പിന്നെ അത് വേണ്ടാടത്ത് കാണാൻ വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെയെല്ലാം നിന്നിട്ടല്ലേ ഡ്രസ് ഇട്ട് നിൽക്കുന്നു. നമ്മളപ്പത്തോടെ അങ്ങോട്ട് വരുമോ? ഒരു ട്രിക്കല്ലേ? ആ ട്രിക്ക് കൊണ്ടാണ് എന്താ പറയാ മൂന്നാം കാലം ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതന്നെയാണ്. ഞാൻ രണ്ട് കാല് അപ്പുറം ഇപ്പുറവും താഴത്തെ അളവെടുക്കുമ്പോ ഒരു കാലും കൂടി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചെയ്യാൻ പിന്നെ എനിക്ക് പിടിച്ചിട്ട് നല്ല അങ്ങോട്ട് മാറ്റി വെച്ച് വിട്ടിട്ട് അളന്നാ പറയുന്നു. പിടിച്ച് മാറ്റിയിട്ട് വേണോ തുള്ളി പുറത്ത് വരെ. നീ അതിനെ സമാധാനിപ്പിച്ച് വിടേണ്ട പരിപാടി നോക്കണം. എന്താ?
ഏ നീ അതിനെ സമാധാനിപ്പിച്ച് പുറത്തു വിടാനുള്ള പരിപാടി നോക്കണോ? ആ സമാധാനിപ്പിക്കണ്ടെങ്കിൽ ഞാൻ കടയടക്കേണ്ടി വരും. അതിന്റെ ലൂസാക്കാൻ വന്നാല് വന്ന് ചെയ്യാ. ഇങ്ങനെയാണെങ്കിൽ അളവ് എന്നെ എടുക്കണോ? ആ അളവ് എടുക്കണോ? പിന്നെ ഇങ്ങനെ ഞാൻ ടൈറ്റ് ആക്കി തരുവാ. ഞാൻ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അളവ് നീ എടുത്തോ. പക്ഷേങ്കില് ഇങ്ങനെ ഏ? അധികം തൊട്ടും തലോടിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. എന്നാല് ചേട്ടന്റെ മൂന്നാം കലന്നിട്ട് എപ്പ പോയത്? എനിക്കറിയണം. അതെന്ത് ചെയ്യാനാടി, ഞാൻ വീട്ടിൽ വന്നിട്ട് ലാസ്റ്റ് എന്നാ പറയണ്ടേ, പെണ്ണുമ്മുള്ളിയായിട്ടൊരു കളിയങ്ങ് വെച്ചു. പെണ്ണുമ്മുള്ളിയായിട്ട് കളിച്ച് ഓള് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇതുവരെ അവളടുത്ത് അവള് ഞാനും നമ്മൾ ഇങ്ങനെയൊരു കളി നടത്തിയിട്ടുണ്ടാവും. വെറുതെ അല്ല. നിന്നോടുള്ളൊരു വെയിറ്റ് ഞാൻ ഓളത്തങ്ങ് തീർത്തു. എന്നോട് ദേഷ്യോ? ദേഷ്യ നിന്നോടുള്ളത് തേച്ച് ഞാൻ ഓളടുത്ത് തീർത്ത്. അയ്യോ, പിന്നെ അത് എന്റെ അടുക്ക തന്നെ തീർക്കാനല്ലേ ഉള്ളൂ. അതെ, നീ അതിന് നിക്കുവാ. എന്നിട്ട് വേണോ ഈ നാട്ടുകാരോട് മൊത്തം പാടെ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാനങ്ങ് ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോരേ തീർക്കേ. ഓളത്തരാ ഇല്ലാതെ സമയം വിളിച്ചാ മതിയില്ലേ? ഏ ഇല്ലാതെ സമയം വിളിച്ചവിടെ. നീ വരുവാ നേരോ? പിന്നെ വരാണ്ടെന്നാ വരണ? ഒരു കാര്യം എന്നാലും വേണ്ട, നീ വീട്ടിൽ നിന്നും വരണ്ട. ഒരു കാര്യം ചെയ്യ, ഞാൻ ഇത് ടൈറ്റാക്കാൻ കൊണ്ടുവരാം. ആടുന്ന നേരോ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ടൈറ്റ് ആക്കിയാലോ? എന്റെ കടയിൽ നിന്നോ? ഓ, അതിനൊന്നും ഇപ്പം വെള്ളം മേലല്ലേ, ആരെ കാണണ്ടേ? മാത്രല്ല വേറെ പണിക്കാറൊന്നുമില്ലല്ലോ, നീ ഒറ്റക്ക് തന്നെ അല്ലേ? പാന്റ് നമ്മ ടൈറ്റായി പോവാ. പാന്റ് നമ്മ ടൈറ്റ് ഉണ്ടാവൂല, നല്ല ടൈറ്റ് ഉണ്ടാവുക. അല്ല, ഇത് ചുരുങ്ങി ചുരുങ്ങി ടൈറ്റായി പോവോന്ന് ചോദിച്ചു. അല്ല ചോദിക്കുന്ന നല്ല ടൈറ്റ് ഉണ്ടാവുമോന്ന് ചോദിച്ചേ. കുറച്ചധികം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആവശ്യത്തിന് ആൾക്കാർ ടൈറ്റ്. ഇങ്ങനെ പാവാട പോലെ ആയിരിക്കൂലല്ലോ? പാവാട പോലെയൊന്നുമല്ല, ഇല്ല, നല്ല ടൈറ്റ് ആയിട്ട് ഞാൻ. പിന്നെ ഞാൻ അളവെടുക്കാനിപ്പോ വരണ്ട, നാളത്തെ വരണ. ഇത് ശരിയായില്ല. ചേട്ടൻ നാളെ തന്നെ വന്നു. ആളില്ലാതപ്പോ വന്നാ മതി കേട്ടാ. ആളില്ലാതപ്പോ വന്നാ മതി, ഞാൻ വിളിക്കൂ. നീ വിളിക്കുക. ആളെ ആരാ എന്താണല്ലോ? അല്ല, ആരെങ്കിലെല്ലാം തയ്ക്കാൻ കൊണ്ടുത്തരൂ. ഇങ്ങനെ പിന്നെ ആണുങ്ങള് കുറച്ച് ഇങ്ങനെ അധികമാണ് ഇത്. ഞാൻ ഇത് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോഡിയുണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തേലും പറഞ്ഞു കൊടുക്കുന്നു. അനക്കാണെങ്കിൽ ഈ തുറുവേം പിടിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് അടങ്ങിയേക്കുന്നു? അങ്ങനെ ചേട്ടനോട് അങ്ങനെ എടുത്തടിച്ച പോലെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയല്ല, അനക്ക് നിന്നെ പോലെ നല്ല കാണാൻ സ്റ്റൈലുള്ള കൊണ്ടരൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു തോട്ടം കൊണ്ട് ഇരിക്കുമ്പോ അതുകൊണ്ടാണ്ട് പോലെ അപ്പാട് ചാടിങ്ങ് പുറത്തു വരും. അല്ല അതെ, നിനക്ക് മനസ്സിലായി. എനിക്ക് പറ, എനിക്ക് ക്ലിയറിന്റെ പോലെ നിങ്ങളത് വിളിക്കുന്നതാണ് ക്ലിയർ ഇല്ലാത്തത്. പറ, വേറെന്താ ചെയ്യാ? നേരെന്താ ചെയ്യാൻ ചോദിച്ചാ ചേട്ടൻ പറഞ്ഞത് തന്നെ ചെയ്യണോ? ചെയ്യണോ? ചേട്ടൻ പറഞ്ഞു തന്നെ ചെയ്യണോന്ന്. ഒരു വാക്ക് പറഞ്ഞു പിന്നെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. എന്നോട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. വെറുതെ ഒന്ന് ചോദിച്ചു കൊടുക്കുക, എന്താ ഇങ്ങനെ ഒന്ന് പൊന്തി ഞാൻ കാര്യം പറഞ്ഞു. അനക്കത് കണ്ടിട്ട് നോക്കുമ്പോ എന്താ പറയണ്ട, നാണക്കേടായി. നാണക്കേടാ? പിന്നെ എങ്ങനെയാ അളവെടുക്കും ഞാൻ? അതിന് നാണക്കേട്? പിന്നെ നാണം ഉണ്ടാവൂലേ ആക്ക്? നാണം ഉണ്ടാവൂലേ? നാണം? അതെ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നാണക്കേടാ. എത്ര മോശം സാധനമാണ്. മോശം സാധനമൊന്നുമല്ല. അപ്പോഴും പറഞ്ഞോണ്ടിരുന്നോ? ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെ ആഗ്രഹമുണ്ടോ? നീ നേരത്തെ പറയണ്ടേ.
നമുക്ക് നോക്കാം കേട്ടോ. അല്ല ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇങ്ങോട്ട് പറയായിരിക്കും എന്ന് വിചാരിച്ചു. നീ എന്നോട് നീ എപ്പം എന്നോട് അങ്ങനെ പറഞ്ഞ കാണിച്ചില്ലെങ്കിൽ പറയാൻ പറ്റൂ. അല്ല നിങ്ങളല്ലേ ആദ്യം പറയണ്ടേ, നല്ലതൊക്കെ പറയാൻ പറ്റൂ. നാളെ കൊണ്ടുവരുവേ. ആ